من سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ അല്ലാഹു റബ്ബുൽ ആലമീന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിലുടനീളം കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ദീനിന്റെ നിയമങ്ങളെ യഥാവിധി അനുസരിച്ച് പാലിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വിശ്വാസി തന്റെ ജീവിതത്തിൽ അനിവാര്യമായും പാലിച്ച് മുന്നോട്ടു പോകേണ്ട വലിയ ഒരു സദ്ഗുണമാണ്, സ്വഭാവമാണ് വിട്ടുവീഴ്ച എന്നത്. അഥവാ തന്നോട് അക്രമം കാണിച്ചവരോട്, തന്നോട് അനീതി കാണിച്ചവരോട്, തന്നോട് വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തുന്നവരോട് അതേ നാണയത്തിൽ തിരിച്ചടിക്കാതെ, അവരോട് മനസ്സിൽ പകവെച്ച് നടക്കാതെ പുറത്തു കൊടുക്കാനും മാപ്പ് ചെയ്യാനും വിട്ടുവീഴ്ച ചെയ്യാനും ഒരു വിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ സൃഷ്ടാവായ അല്ലാഹു റബ്ബുൽ ആലമീന്റെ സ്വഭാവ ഗുണങ്ങൾ വിശേഷിപ്പിക്കുന്നിടത്ത് വിശുദ്ധ ഖുർആൻ അത്തരം ഒരു വിശേഷണം അല്ലാഹുവിനുള്ളതായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നല്ലാഹ ലഅഫുവ്വുൻ ഗഫൂർ. തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും എല്ലാം വിട്ടുവീഴ്ച ചെയ്യുന്നവനുമാണ്. നോക്കൂ, അല്ലാഹു റബ്ബുൽ ആലമീന്റെ ഒരു സ്വഭാവ ഗുണമായി, വിശേഷണമായി പങ്കുവെക്കുകയാണ്. അല്ലാഹു എല്ലാം പൊറുക്കുന്നവനാണ്. അവനോട് അനീതി കാണിച്ചതെല്ലാം, അവനോട് അക്രമം കാണിച്ചതെല്ലാം പൊറുക്കുന്നവനും വിട്ടുവീഴ്ച ചെയ്യുന്നവനുമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിച്ച് ആസ്വദിച്ച് ജീവിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ അതേ അനുഗ്രഹം കൊണ്ട് നാവുകൊണ്ട് അല്ലാഹ് ഇല്ല എന്ന് പറയുമ്പോഴും അല്ലാഹ് വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട്, അല്ലാഹ് പുറത്തു കൊടുക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കാറ്റിൽ അനുസരിച്ച് ജീവിക്കൽ ബാധ്യതയായിട്ടുള്ള മനുഷ്യൻ കാറ്റിൽ പറത്തി ധിക്കാരിയായി ജീവിക്കുമ്പോഴും അല്ലാഹു റബ്ബുൽ ആലമീൻ അവരോട് വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട്. ജനിച്ചിട്ടില്ലാത്ത, ജനിപ്പിച്ചിട്ടില്ലാത്ത ആ റബ്ബ് അല്ലാഹു റബ്ബുൽ ആലമീന് സന്താനമുണ്ട് എന്ന് പറയുന്നത് എത്ര വലിയ അപകടമാണ്. ആകാശങ്ങൾ പൊട്ടുവീഴുമാറ് വലിയൊരു അപകടമാണത്. അങ്ങനെ പറയുന്നവരോടും അല്ലാഹു വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട്. എല്ലാം നൽകിയ റബ്ബിനെ മറന്ന് വ്യത്യസ്ത ശക്തികളെ, വ്യത്യസ്ത വ്യക്തികളെ ആരാധിച്ച് മുന്നോട്ട് പോകുമ്പോഴും അല്ലാഹു അഫുവായി ഗഫൂറായി ആ രൂപത്തിൽ പ്രതികരിക്കുന്നു എന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളൊക്കെ ചെയ്യുന്നതിനനുസരിച്ച്
നമ്മുടെ നിലപാടുകൾക്കനുസരിച്ച്, നമ്മുടെ ജീവിത രീതിക്കനുസരിച്ച്, നമ്മുടെ സ്വഭാവ ഗുണങ്ങൾക്കനുസരിച്ചിട്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ എങ്ങാനും പ്രതികരിക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അവിടെയൊക്കെ അല്ലാഹു ഗഫൂറായി, അല്ലാഹു ഗഫൂറായി പാലിച്ചു മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വിശ്വാസികളെ നമ്മൾ അങ്ങേയറ്റം ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. ആ ഒരു ഗുണം വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതാണ് അല്ലാഹുവിന്റെ വലിയൊരു കൽപ്പനയായിട്ട് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു പറയാണ്, നീ ഭംഗിയായി മാപ്പ് ചെയ്തു കൊടുക്കുക. സഫൽ ജമീൽ എന്നാ പറഞ്ഞത്. ഭംഗിയായി മാപ്പ് ചെയ്തു കൊടുക്കുക. നീ അവർക്ക് മാപ്പ് നൽകുക, വിട്ടുവീഴ്ച കാണിക്കുക, പൊറുത്തു കൊടുക്കുക. തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും അങ്ങേറ്റം കരുണാനിധിയുമാകുന്നു. അപ്പോ റബ്ബിന്റെ കൽപ്പനയാണ് എല്ലാം വിട്ടുവീഴ്ച ചെയ്യുന്ന, എല്ലാം പൊറുക്കുന്ന അല്ലാഹുവിന്റെ കൽപ്പന വിശ്വാസികളോട് വിട്ടുവീഴ്ച എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായും ചേർത്ത് വെച്ച് മുന്നോട്ട് പോകണമെന്നാണ് അല്ലാഹുവിന്റെ കൽപ്പന. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മളിലേക്ക് ചിന്തിക്ക്, അത്തരം ഒരു സ്വഭാവ ഗുണം നമുക്കുണ്ടോ? അല്ലാഹു വളരെ ഗൗരവത്തിൽ കൽപ്പിച്ചിട്ടുള്ള, ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഈ വിട്ടുവീഴ്ച എന്ന സ്വഭാവ ഗുണം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടോ? ഈ വിഷയത്തിൽ ഈ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നിടത്ത് ഇസ്ലാമികമായി നമ്മൾ എത്രത്തോളമുണ്ട് അല്ലെ? പല രൂപത്തിൽ ഇടപെട്ട് മുന്നോട്ട് പോകുന്നവരാ നമ്മള്. അവിടെയൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് സഹോദരന്മാരെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെയാണ് വിശുദ്ധമായ ഇസ്ലാം വളരെ അത്ഭുതകരമായ മനോഹരമായ ഒരു രീതിശാസ്ത്രം ജനങ്ങളുടെ മുന്നിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വല്ലാത്തൊരു അത്ഭുതമാണ്, വല്ലാത്തൊരു മനോഹരമായൊരു രീതിശാസ്ത്രമാണ് ഖുർആൻ വലിയൊരു നന്മയായി, വലിയൊരു മെത്തഡോളജിയായി ഈ വിഷയത്തിൽ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയാണ്, വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിആ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സനു ഫഇദാ അല്ലദീ ബൈനക വബൈനഹു അദാബത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. വല്ലാത്തൊരായത്താ. ഈ ഒരു അടുത്ത സമയത്ത് ഒരു ചങ്ങാതി ചോദിച്ചത്, ഖുർആനിൽ എന്ത് നന്മയുള്ളത്? ഖുർആനിൽ ഓരോ വാചകവും, ഓരോ അക്ഷരവും, ഓരോ ആയത്തും, ഓരോ പേജിലും നന്മയാണ്. ഏറ്റവും വലിയ നന്മയാണ് അല്ലാഹു ഇവിടെ പഠിപ്പിക്കുന്നത്. വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിആ. വല്ലാത്തൊരായത്താണ് നമ്മൾ പലതവണ കേട്ട ആയത്ത്. നല്ലതും ചീത്തയും സമമാകുകയില്ല, നന്മയും തിന്മയും സമമാകുകയില്ല. തിന്മയെ, നിന്നെ ബാധിക്കുന്ന, നിന്നോട് കാണിക്കുന്ന തിന്മയെ, നിന്നോട് കാണിക്കുന്ന അനീതിയെ, നിന്നോട് കാണിക്കുന്ന അക്രമത്തെ ഏറ്റവും നല്ല നന്മ കൊണ്ട് നേരിടുക. വല്ലാത്തൊരു മെത്തഡോളജിയാണ് അല്ലെ? ഭയങ്കരമായ ഒരു രീതിശാസ്ത്രമാണ്. നിന്നോട് വെറുപ്പ് കാണിക്കുന്നതിനെ അതുപോലെ വെറുപ്പ് കാണിക്കണമെന്നല്ല, നിന്നോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവരോട് അതുപോലെ വിദ്വേഷം വെച്ച് പുലർത്തുന്നതല്ല, അതിനേക്കാളപ്പുറത്ത് ഏറ്റവും വലിയ നന്മ കൊണ്ട് നീ അതിനെ നേരിടണം. ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. അപ്പോഴാണ് വലിയൊരു അത്ഭുതം അവിടെ ഉണ്ടാകുന്നത്. അങ്ങനെ നീ നന്മ കൊണ്ട് നേരിട്ടാൽ, നിന്നോട് ദേഷ്യം വെച്ച് പുലർത്തുന്നവരോട് ദേഷ്യം വെക്കാതെ ഏറ്റവും നല്ല നന്മയോടുകൂടി നീ നേരിട്ടാൽ നിന്റെ ശത്രു, മുഖ്യ ശത്രു നിന്റെ ഉറ്റമിത്രമായി തീരും. സഹോദരങ്ങളെ, വലിയൊരു അത്ഭുതമാണ്. ഈ രീതിശാസ്ത്രം സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ് വിശ്വാസികളോട്, ജനങ്ങളോട് അല്ലാഹുവിന്റെ കൽപ്പന. അതാണ് സ്വീകരിച്ച സഹോദരങ്ങളെ, ആ അത്ഭുതം സംഭവിക്കും. നമ്മോട് വെറുപ്പ് പ്രകടിപ്പിച്ചവരോട്, നമ്മളോട് അനീതി കാണിച്ചവരോട് ഏറ്റവും വലിയ നന്മ കൊണ്ട് നേരിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ഈ ഒരു ജീവിതമായിരുന്നു സഹോദരങ്ങളെ നമ്മുടെ മുൻഗാമികൾക്കുള്ളത്. അവരുടെ ജീവിതം പഠിച്ചാൽ ഈ ഒരു അത്ഭുതകരമായൊരു ജീവിതം, മനോഹരമായൊരു ഗുണപാഠങ്ങളുള്ള ജീവിതം നമുക്ക് കാണാൻ സാധിക്കും. അവരങ്ങനെയാണ് ജീവിച്ചത്, അവരങ്ങനെയായിരുന്നു ജീവിതത്തിൽ
ജീവിതത്തിൽ ഈ പാഠം പകർന്ന് ജീവിച്ച് മുന്നോട്ട് പോയത് മഹാനായ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, അദ്ദേഹം അവിടുത്തെ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ കാണാൻ പറ്റും. സഹോദരങ്ങളെ, ജീവിതത്തിലെ എല്ലാ നമസ്കാരത്തിലും ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. റബ്ബേ, അവരുടെ പാത, ആ പാതയിലുള്ളതാണ് ഏത് വിഷയം വരുമ്പോഴും വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത്. അല്ലാഹുവിന്റെ റസൂല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു ജൂതപ്പെണ്ണ്, ചരിത്രം അറിയാൻ നമുക്ക്, സൽക്കരിക്കാൻ വരികയാണ്. ഒരു ജൂതപ്പെണ്ണ് സൽക്കരിക്കണം എന്നാണ് റസൂലിന്. അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാംസം അത് സൽക്കരിച്ചുകൊണ്ട് റസൂലുള്ളാഹിനെ സഹാബത്തിനെ ക്ഷണിച്ചു. ആ സമയത്ത് ആ ഭക്ഷണത്തിൽ വിഷം പുരട്ടിയിട്ട് റസൂലുള്ളാഹിനെ കൊല്ലാൻ ശ്രമിച്ചത് അല്ലാണ്ട് റസൂലിന് അറിയില്ലായിരുന്നു. കൂടെ ഇരുന്ന സ്വഹാബി മരിച്ചു വീണ് ഭക്ഷണം കഴിച്ചിട്ട് റസൂലുള്ളാഹി ആ ഭക്ഷണം വായിലേക്ക് വെക്കുന്നതിന് മുമ്പ് ഈ ഒരു ദാരുണമായ ഒരു അവസ്ഥ കാണാണ്. അന്നാണ്ട് റസൂലിനെ ഭക്ഷണം കൊടുത്ത് കൊല്ലാൻ ശ്രമിക്കണം. സ്വഹാബാക്കൾ ചോദിച്ചു, റസൂലേ, ഈ പെണ്ണിനെ ഇല്ലാതാക്കട്ടെ റസൂലേ, ഈ പെണ്ണിനെ നശിപ്പിക്കട്ടെ റസൂലേ, ഈ പെണ്ണിനെ ആ രൂപത്തിൽ ശിക്ഷിക്കട്ടെ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ആ സ്വഹാബിമാര് ചോദിക്കട്ടെ. ഒന്ന് റസൂലുള്ളാഹിനെ കൊല്ലാൻ നോക്കണം, പരിക്കേൽപ്പിക്കലല്ല, വാക്കുകൊണ്ട് നോവിക്കലല്ല, റസൂലുള്ളാഹിനെ വധിക്കാൻ ശ്രമിക്കണം. കൂടെയുള്ള സ്വഹാബി വര്യൻ ഉറ്റമിത്ര അനുയായി അതേ മരിക്കപ്പെട്ടിട്ടുണ്ട്, വധിക്കപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് സ്വഹാബാക്കൾ വികാരത്തോടെ ചോദിക്കണം, റസൂലേ, വകവരുത്തട്ടെ റസൂലേ, നമ്മുടെ നേതാവിനെ കൊല്ലാൻ ശ്രമിച്ചവരോട്. അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞേ? വിട്ടേക്കുക, വിട്ടേക്കുക. നോക്കൂ സഹോദരങ്ങളെ, എത്ര വലിയ മനോഹരമായ ഒരു ഗുണപാഠമാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആ സംഭവത്തിലൂടെ. ഇത് ഒരു സംഭവമാണോ? ജീവിതത്തിൽ 23 വർഷം പരിശോധിച്ചാലും അങ്ങനെയല്ല എത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മക്കയിൽ റസൂലുള്ളാഹിനെ ജീവിക്കാൻ അനുവദിക്കണില്ല. തായിഫിന്റെ മണ്ണിലേക്ക് റസൂലുള്ളാഹി പോയില്ലേ? അഭയം ചോദിച്ചു പോയതാണ്, അവിടെ ദീന് പറയാൻ പോയതാണ്. അവിടുത്തെ പ്രിയപ്പെട്ട കുടുംബക്കാരാണ് ആ നാട്ടിലെ തെരുവ് പിള്ളേരെ വെച്ചിട്ട്, അങ്ങാടി പിള്ളേരെ വെച്ചിട്ട് റസൂലുള്ളാഹിനെ ആട്ടി ഓടിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൂമേനിയിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകാണ്, രക്തം ഒഴുകാണ്. ഓടി തളർന്ന ഒരു വൃക്ഷത്തിന്റെ ആ മരച്ചുവട്ടിൽ കഴിയുമ്പോഴും അങ്ങാടിയിലെ തെരുവ് പിള്ളേർ റസൂലുള്ളാഹിനെ ഭൂമേനിയിലേക്ക് ആ രൂപത്തിൽ എറിഞ്ഞോടിക്കാണ്. രക്തം ഇങ്ങനെ വാർന്നൊലിക്കുന്നുണ്ട്. ആർക്ക് സഹിച്ചിട്ടില്ല സഹോദരങ്ങളെ? ആർക്ക് സഹിച്ചിട്ടില്ല? അല്ലാഹുവിന് സഹിച്ചിട്ടില്ല. മലക്കിനയക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പർവ്വതത്തിന്റെ ചുമതലയുള്ള മലക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, തായിഫിന്റെ മലമടക്കിൽ കഴിയുന്ന ഈ 2 പർവ്വതങ്ങൾ അവരുടെ ദേഹത്തിട്ടിട്ട് റസൂലേ, അവരെ നശിപ്പിക്കട്ടെ റസൂലേ, റസൂലേ, അവരെ നശിപ്പിക്കട്ടെ. റസൂലുള്ളാഹി ഒന്ന് യെസ് പറഞ്ഞാൽ അതവിടെ സംഭവിക്കും. റസൂൽ എന്താ പറഞ്ഞതറിയോ? വാളുകൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ട മതമാണ് ഇസ്ലാം, യുദ്ധക്കതിയനാണ് മുഹമ്മദ് എന്ന് പറയുന്നവർ സഹോദരങ്ങളെ, വിട്ടുവീഴ്ച എന്ന പാഠം മാത്രല്ല, എന്റെ പ്രവാചകൻ, എന്റെ മതം ഇങ്ങനെയാണെന്ന് ലോകത്തെ വിളിച്ചു പറയണം. ആ രൂപത്തിലുള്ള സ്വഭാവ ഗുണമാണ് അല്ലാഹുവിന്റെ റസൂൽ കാണിച്ചിട്ടത്. അല്ലാഹുവേ, നീ അവർക്ക് പുറത്തു കൊടുക്കണേ അവരെ അറിവില്ലാത്തവരാണ്. ആർക്കാ കഴിയ സഹോദരങ്ങളെ? ആർക്കാ കഴിയ? എന്നിട്ട് പറയാണ്, ഞാൻ ആഗ്രഹിക്കുകയാണ് വരും തലമുറയിലെങ്കിലും ആ കൂട്ടത്തിൽ അല്ലാഹുവിൽ പങ്കു ചേർക്കാത്ത ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകണത് കൊണ്ട് വിട്ടേക്കുക, അവർക്ക് വിട്ടേച്ചു കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്യുക എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയാം. അല്ലാഹുവിന്റെ റസൂൽ മലക്കിനോട് പറയാൻ സഹോദരങ്ങളെ, ജീവിതത്തിൽ ഓരോ നിമിഷവും അടിയോടിക്കപ്പെട്ട് മക്കയിൽ നിന്ന് തിരിച്ച് മക്കയിലേക്ക് വരുന്നുണ്ട്. സഹാബാക്കളൊക്കെ വികാരം കൊള്ളുന്നുണ്ട്. ഇന്ന് പ്രതികാരത്തിന്റെ ദിവസമാണ്.
ആട്ടിയോടിച്ച് കൊന്നു കൊല വിളിച്ച് ജീവിക്കാൻ അനുവദിക്കാതെ സമ്പത്തും ശരീരവും എല്ലാ തലത്തിലും ആക്രമിക്കപ്പെട്ടൊരു ജനതയിലേക്ക് വിജയത്തിന്റെ ഏറ്റവും വലിയ നെറുകയേറ്റിക്കൊണ്ട് അവരുടെ മുന്നിലേക്ക് വരിക. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തും അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും കടന്നു വരികയാണ്. മക്കഫത്ത് റസൂലുള്ളാഹിനെ ദ്രോഹിച്ചവർ മുന്നിലുണ്ട്, റസൂലുള്ളാഹിനെ ആട്ടിയോടിച്ചവർ മുന്നിലുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ കഅബയുടെ ചാരത്ത് നമസ്കരിക്കുമ്പോ റസൂലുള്ളാഹിന്റെ മുകളിലേക്ക് റസൂലുള്ളാഹിന്റെ പിരടിയിലേക്ക് ഒട്ടകത്തിന്റെ ചീഞ്ഞളിച്ച മാലയിട്ടവർ, ദ്രോഹിച്ചവർ, നിസ്കരിക്കാൻ അനുവദിക്കാത്തവർ, സുജൂദ് ചെയ്യാൻ അനുവദിക്കാത്തവർ, അല്ലാഹുവിന്റെ ദീനിനെ പ്രചരിപ്പിക്കാൻ അനുവദിക്കാത്തവർ, റസൂലുള്ളാഹിന്റെ സഹാബത്തിനെ ചതിച്ചും വഞ്ചിച്ചും കൊന്നവർ എല്ലാവരും മുന്നിലേക്ക് വരിക മക്ക ഫത്ഹിന്റെ സമയത്ത്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുകയാണ്, യാ മഅ്ശറൽ ഖുറൈശ്, ഓ ഖുറൈശിന്റെ സമൂഹമേ, മാ തറൗന അന്നി ഫാഇലുൻ ബിക്കും, എല്ലയോ സമൂഹമേ, ദ്രോഹിച്ചവരാ മുന്നിലുള്ളത്, കീഴടങ്ങിയിട്ടുള്ളത്. യാ മഅ്ശറ ഖുറൈശ് മാ തറൗന അന്നി ഫാഇലുൻ ബിക്കും, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ആരോടാ ചോദിക്കുന്നത്? ദ്രോഹിക്കപ്പെട്ടവരോട് ചോദിക്കുക, ഞാൻ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നോക്ക് സഹോദരങ്ങളെ, അടിവരയിട്ട് പറയേണ്ട ഒരു വാചകം എന്തറിയോ? ചിന്തിക്കേണ്ട വാചകം. ആരോടാ ചോദിക്കണത്? ശത്രുവിനോടാ ചോദിക്കണത്. റസൂലും അവര് പറയാ, ഖാലൂ ഖൈറൻ, ഖൈറൻ, നല്ലതല്ലാത്തത് പ്രവർത്തിക്കൂല, നല്ലതല്ലാത്ത ചെയ്യൂല. അഖുൻ കരീം, നീ മാന്യനായ ഒരു സഹോദരനാണ്. വഇബ്നു അഖിൻ കരീം, നീ മാന്യനായ ഒരു സഹോദരന്റെ മകനാ. അതുകൊണ്ട് ഖൈറല്ലാത്തത് നീ ചെയ്യൂല. ആരാ പറയണത്? ശത്രുക്കളെ പറയണത്. നമ്മുടെ സ്റ്റാറ്റസ് എന്താ? കുടുംബത്തിന് ഓനൊരു പിടിവാശിക്കാരനാണ്. സലഫിയും മുജാഹിദും ഒക്കെ ഉണ്ടാവും, ജമാഅത്തും ഒക്കെ ഉണ്ടാവും, നിസ്കാരം കൃത്യമായിട്ട് നടക്കും. പക്ഷെയോ ആളൊരു പിടിവാശി, മിണ്ടാൻ തോന്നില്ല. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തതിന് തർക്ക. എന്നാണോ നമ്മളെ പറ്റി പറയണത്? എന്ത് പാഠമാണ് സഹോദരങ്ങളെ ഈ ചരിത്രം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിനെ പറ്റി ശത്രുക്കളെ പറയണത് ഖൈറല്ലാത്തത് ചെയ്യൂല. എന്നിട്ടോ അല്ലാഹുവിന്റെ റസൂൽ പറയണ, ഫഇന്നി അഖൂലു കമാ ഖാല അഖി യൂസുഫ്, യൂസുഫ് നബി അലൈഹിസ്സലാം, എന്റെ സഹോദരൻ യൂസുഫ് തന്റെ സഹോദരനോട് പറഞ്ഞതുപോലെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അവിടെ ആ ഒരു മാതൃക സ്വീകരിച്ചിട്ടാണ് റസൂൽ ജീവിക്കുന്നത്. എന്റെ സഹോദരൻ യൂസുഫ് തന്റെ സഹോദരങ്ങളോട് പറഞ്ഞതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അല്ലെ, ചെറിയ പ്രായത്തിൽ യൂസുഫ് നബിയോട് അസൂയമൊത്ത് വഞ്ചിച്ച് കൊണ്ടുപോയി പൊട്ടക്കിണറ്റിൽ ചാടി കൊല്ലാൻ ശ്രമിച്ചു സഹോദരങ്ങൾ കൊല്ലാൻ ശ്രമിച്ചു. പിൽക്കാലത്ത് അവരെ നേരിട്ട് കണ്ടു. വലിയൊരു രാജസന്നിധിയിൽ ഇരിക്കവേ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരെ നേരിട്ട് കാണുകയാണ്. എന്നിട്ട് അവർക്ക് മനസ്സിലായി, യൂസുഫിനെ മനസ്സിലായി. എന്നിട്ട് അവര് പറയാണ്, ഞങ്ങൾ കുറ്റക്കാരാണ് യൂസുഫ്, ഞങ്ങൾ കുറ്റക്കാരാണ്, നിനക്ക് എന്ത് ചെയ്യാം? ആ സമയത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം പറയാണ്, ലാ തസ്രീബ അലൈക്കുമുൽ യൗമ യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ. അദ്ദേഹം പറയാണ്, യൂസുഫ് നബി പറയാണ്, ലാ തസ്രീബ അലൈക്കുമുൽ യൗമ, ഇന്ന് നിങ്ങളുടെ മേൽ ഒരു ആക്ഷേപവുമില്ല, ഒരു വാക്ക് കൊണ്ടുപോലും ഞാൻ നിങ്ങളെ ആക്ഷേപിക്കില്ല. കൊല്ലാൻ ശ്രമിച്ച സഹോദരങ്ങൾ മുന്നിലേക്ക് എത്തി ഏറ്റവും ഉയർന്ന പദവിയിലുണ്ടായിട്ടും ഒരു വാക്ക് കൊണ്ടുപോലും ഞാൻ നിങ്ങളെ ആക്ഷേപിക്കൂല. അള്ളാഹു നിങ്ങൾക്ക് പൊറുത്തു തരട്ടെ. അവൻ കരുണയുള്ളവരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാനാണ്. ചരിത്രത്തിൽ കാണാം, ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ സഹോദരങ്ങൾ എന്നാലും നിങ്ങളെന്ന് ചെയ്തില്ലേ, എന്നാലും വരെ പറഞ്ഞിട്ടില്ല. എപ്പോഴോ ഒരു കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടാവില്ല, അന്ന് മുതൽ മാറി നടക്കണം. ഏതോ ഒരു വിഷയം പറഞ്ഞു പോയിട്ടില്ല, എന്നാലും ഞാൻ മറന്നില്ലേ, എന്നാൽ എന്നോട് പറഞ്ഞില്ലല്ലോ. അതാണ് നമ്മുടെ അവസ്ഥ. കൊല്ലാൻ ശ്രമിച്ച യൂസുഫ് നബിയോട് സഹോദരങ്ങൾ ആ രൂപത്തിൽ പറഞ്ഞു പ്രതികരിച്ചപ്പോ സഹോദരങ്ങളോട് പറഞ്ഞത്, നിങ്ങളോടൊരു ആക്ഷേപം എനിക്കില്ല, എന്നാലും നിങ്ങൾ അങ്ങനെ ചെയ്തു എന്നൊരു വാചകം വരെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറഞ്ഞിട്ടില്ല. ആ പാഠമാണ് മുഹമ്മദ് നബി ശത്രുക്കളോട് പറയണത്. നിങ്ങൾ പൊക്കോ, നിങ്ങൾ ഇവിടെ നിർഭയരാണ്.
സഹോദരങ്ങളെ, ആ ജീവിത രീതി റസൂലുള്ളാഹി അനുഭവിച്ചതിന്റെ 1% സഹോദരങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? കുടുംബത്തിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന്, ഭരണാധികാരികളിൽ നിന്ന്. എന്നിട്ട് നമുക്ക് എത്രമാത്രം ഈ വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സഹാബാക്കളിലേക്ക് വന്നാലോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വന്തം മകളെ പറ്റി വ്യഭിചാരോപണം നടത്തി. ആയിഷ ഉമ്മയെ പറ്റി നാട്ടിൽ വ്യഭിചാരോപണം. ആളുകൾ പലതും പറയാൻ തുടങ്ങി. ചന്തയിലിറങ്ങിയാൽ, അങ്ങാടിയിലിറങ്ങിയാൽ, ആൾക്കൂട്ടത്തിലിറങ്ങിയാൽ തന്റെ മകളെ കുറിച്ചിട്ടുള്ള വ്യഭിചാരോപണമാണ് തന്റെ ആ ബാപ്പ കേൾക്കണത്. എത്രത്തോളം വെച്ചാൽ റസൂലുള്ളവരെ മാറി നിന്ന് പോയില്ലേ? റസൂലുള്ള ചോദിച്ചിട്ടില്ല, ആയിഷ ചെയ്തിനെങ്കിൽ പറ ആയിഷ, എന്നിട്ട് റബ്ബിനോട് പൊറുക്കലിനെ തേട് ആയിഷ. ഉപ്പയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഭർത്താവ് വരെ മാനസികമായി അങ്ങേയറ്റം തകർന്നു പോയൊരു നിമിഷം അങ്ങാടിയിലൊക്കെ ഇതാ ചർച്ച. ആ സമയത്ത് ഈ വ്യഭിചാരോപണത്തിൽ ചില വാക്കുകൾ പറഞ്ഞ് ആ രൂപത്തില് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ചെലവിൽ കഴിയുന്ന ഒരു സ്വഹാബിയാണ് മിസ്തഹ് റളിയല്ലാഹു അൻഹു. എന്തോ ഒരു വാക്ക് പറഞ്ഞു പോയി. പിന്നീട് കള്ളി വെളിച്ചത്തായി യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടു. ആയിഷവും അങ്ങനെ ചെയ്തിട്ടില്ല. വഹി ഇറങ്ങിയപ്പോ ആ ഒരു ദേഷ്യത്തില് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി മിസ്തഹിന് ഞാൻ ചെലവ് കൊടുക്കൂല, മിസ്തഹിന് ഞാൻ ചെലവ് കൊടുക്കൂല. ഇതോടുകൂടി നിർത്തി. എന്റെ മകളെ പറ്റി വ്യഭിചാരോപണത്തിന്റെ ആ സമയത്തൊരു വാക്കെന്തോ പറഞ്ഞു പോയതിന് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബി ഇങ്ങനെ പ്രതികരിച്ചു. ഏതൊരു പ്രതികരിക്കാതിരിക്കുക? ആ രൂപത്തിൽ പ്രതികരിച്ചു. ആരടപെട്ടെന്നറിയോ? റസൂലുള്ളയല്ല, അള്ളടപെട്ടു. ഇനിയോ ആ ചെങ്ങായിക്ക് ഞാൻ ചെലവിന് കൊടുക്കൂല എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയാണ്, വലാ യഅ്തലിലു ഉലുൽ ഫദ്ലി മിൻകും വസ്സഅതി അയ്യൂതു ഉലുൽ ഖുർബാ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്. നിങ്ങളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠതയും കഴിവുമുള്ളവർ, കുടുംബബന്ധമുള്ളവർക്കും സാധുക്കൾക്കും അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്വദേശം പിടിച്ചു വന്നവർക്കും ഒന്നും കൊടുക്കുകയില്ല എന്ന് ശപഥം ചെയ്യരുത്. ആകാശ ലോകം ഇടപെടല് കൊടുക്കൂല എന്ന് പറഞ്ഞ മകളെ പറ്റിയിട്ട് വേണ്ടാത്തൊരു വാചകം പറഞ്ഞപ്പോ അത് സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല ഉപ്പക്ക്. അപ്പൊ ഒന്ന് പറഞ്ഞു പോയത് ഇടപെട്ടതാരോ? അല്ലാഹു റബ്ബുൽ ആലമീൻ. അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. നിങ്ങൾ അവർ മാപ്പ് കൊടുക്കുക, അവർക്ക് വിട്ടുവീഴ്ച കൊടുക്കുക. എന്നിട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, വിശ്വാസികളുടെ നെഞ്ചത്ത് കുത്തുന്നൊരു ചോദ്യം, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹ്. നിങ്ങൾക്ക് പുറത്തു കൊടുക്കുന്നത് പുറത്തുനിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? ഇത് കേട്ട ഉടനെ അബൂബക്കർ പറഞ്ഞു, ഇഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ ചെലവിന് കൊടുക്കും. അല്ല നിങ്ങൾക്ക് പുറത്തു തരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അതോടുകൂടി അത് നിർത്തി ചെലവിന് കൊടുക്കാൻ തുടങ്ങി. നോക്കൂ സഹോദരങ്ങളെ, വിട്ടുവീഴ്ചയുടെ വിഷയത്തിൽ അവരുടെ ജീവിതത്തിൽ നമ്മൾക്ക് മാതൃകയാക്കേണ്ട ഗുണപാഠങ്ങളാണ്. ഹസനുൽ ബസരി താബിഈങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നാൽ ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് വലിയ പണ്ഡിതനാണ്. അദ്ദേഹം എല്ലാ രാത്രിയിലും എഴുന്നേറ്റ് നിന്ന് തഹജ്ജുദ് നമസ്കരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന തരുമോ? അല്ലാഹുവേ, എന്നോട് അക്രമം കാണിച്ചവരോടൊക്കെ നീ പുറത്തു കൊടുക്കും. ലോകത്തിന്റെ ഏത് ഭാഗത്ത് എന്നോട് ആര് എന്ത് അക്രമം കാണിച്ചാലും, വിദ്വേഷം വെച്ച് പുലർത്തുന്നുണ്ടെങ്കിലും അല്ലാഹു എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും. അല്ലാഹുവേ, നീ അവർക്ക് പുറത്തു കൊടുക്കണേ. ഇത് കേട്ടപ്പോ ഇതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും എല്ലാ രാത്രിയിലും. അപ്പൊ ഒരു മനുഷ്യന് അദ്ദേഹത്തോട് ചോദിക്കുന്നു, യാ അബാ സഈദ്, ലഖദ് സമഅതുക ലൈലത തദ്ഉ ലിമൻ ളലമക ഹത്താ തമന്നൈത അൻ അകൂന ഫീ മൻ ളലമക. താങ്കളെ ദ്രോഹിച്ചവനിക്ക് പുറത്തു കൊടുക്കണേ എന്ന പ്രാർത്ഥന കേട്ടപ്പോ ഞാൻ ആഗ്രഹിച്ചു പോയി, ആ താങ്കളെ ദ്രോഹിച്ചവരിൽപ്പെട്ടവനാകാൻ. അത്രക്ക് വിശാലമായ ഒരു പ്രാർത്ഥന. രാത്രിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുക, അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കണേ, അവർക്ക് പുറത്തു കൊടുക്കണേ. അങ്ങനെ കേട്ടപ്പോ ഞാൻ നിങ്ങളെ ആക്രമിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ചു പോയി. അത്ര വിശാലമായ പ്രാർത്ഥനയാണ്. ആര് പ്രാർത്ഥിക്കുന്നത്? നമുക്ക് ഉറങ്ങാൻ കഴിയില്ല, ദേഷ്യം കൊണ്ട്, ഉറപ്പ് കൊണ്ട്, വിദ്വേഷം കൊണ്ട് ഉറങ്ങാൻ കഴിയില്ല. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ ദീനനുസരിച്ച് ജീവിച്ച മുൻഗാമികൾ രാത്രി പ്രാർത്ഥിക്കണം. എന്തറിയോ? അല്ലാഹുവേ, നീ അവർക്ക് പുറത്തു കൊടുക്ക്. എന്നോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവരോട്, വെറുപ്പ് കാണിക്കുന്നവരോട് നീ പുറത്തു കൊടുക്ക്. അല്ലയോ ഹസനുൽ ബസരി, അല്ലയോ പണ്ഡിത അബൂ സഈദ്,
താങ്കൾ ഇങ്ങനെ പ്രാർത്ഥിക്കാനുള്ള പ്രേരണ എന്താ? ഇങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കാനുള്ള പ്രേരണ എന്താ? അതേപോലെയാണ് ഖൗലുഹു തആല, അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഫമൻ അഫാ വഅസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്. ആരെങ്കിലും മാപ്പ് നൽകുകയും രഞ്ജിപ്പുണ്ടാക്കുകയും ചെയ്താൽ അവനുള്ള പ്രതിഫലം കൊടുക്കൽ അല്ലാഹുവിന് ബാധ്യതയാണ്. ഈ പാഠമാണ്, ഈ ലക്ഷ്യമാണ് അവർക്കുണ്ടായത്. ഈ ലക്ഷ്യ സഹോദരങ്ങളെ, ഇത്രയും വലിയ ഗുണപാഠങ്ങൾ എന്തുകൊണ്ട് അവർ സ്വീകരിച്ചു? അവർ തോറ്റുകൊടുത്തു പരലോകത്ത് ജയിക്കാൻ. അവർ കഷ്ടപ്പെട്ടു പരലോകത്ത് രക്ഷപ്പെടാൻ. ഈ ഒരു സ്വഭാവമാണ് സഹോദരങ്ങളെ നമുക്കുണ്ടാകുന്ന. നിസ്സാരമായ കാരണങ്ങൾക്കല്ലേ നമ്മൾ മാറി നിൽക്കുന്നത്, പിണങ്ങി നിൽക്കുന്നത്, ഒന്ന് ക്ഷമിച്ചു കൊടുക്കാത്തത് അല്ലെ? എതിരെ വന്ന ഒരു വണ്ടി ഡിമ്മ് ചെയ്തിട്ടില്ലെങ്കിൽ അതുവരെ നമുക്ക് പകപോക്കി നമ്മളിങ്ങനെ മനസ്സിലുണ്ടാവും. പിന്നെ അങ്ങോട്ടേക്ക് വാമ്പൻ ഡിമ്മാക്കലൊക്കെ അല്ലെ? ആ രൂപത്തിലാണ് നമ്മൾ അല്ലെ? നമ്മളെന്താ പറയാ, പക അത് വീട്ടാനുള്ളതാണ്, അടിച്ച തിരിച്ചു കൊടുക്കാനുള്ളതാണ്. ഇതാണ് നമ്മൾ പറയാം അല്ലെ? സ്റ്റാറ്റസ് അതാണ്. പക അത് വീട്ടാനുള്ളതാണ്, അടിച്ചാല് തിരിച്ചു കൊടുക്കാനുള്ള. എന്നോട് കളിച്ച വിവരം അറിയാം. എന്നോട് ചോദിക്കട്ടെ, എന്നോട് ചോദിക്കട്ടെ. ഓനാ കല്യാണത്തിനുണ്ടെങ്കിൽ ഞാൻ ആ കല്യാണത്തിനുണ്ടാവില്ല. ഓൻ വരികയാണെങ്കിൽ ഞാൻ വീട്ടിൽ കാലത്തൂല. നമുക്ക് മറക്കാനും പൊറുക്കാനും കഴിയില്ല. സഹോദരങ്ങളെ, ഈ ഒരു വിഷയത്തിൽ നമുക്ക് മുൻഗാമികൾ സ്വീകരിച്ചതുപോലെ, അല്ലാഹു പഠിപ്പിച്ചതുപോലെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. എങ്കിലേ നമ്മുടെ ജീവിതം മനോഹരമാവുള്ളൂ, എങ്കിലേ നമ്മളൊരു വിശ്വാസിയുള്ളൂ. നിസ്കാരത്തെ അയമ്പുണ്ടായിട്ട് മാത്രം കാര്യമില്ലല്ലോ. ഈ സ്വഭാവ ഗുണങ്ങൾ വരെ നമ്മുടെ ജീവിതത്തിൽ ആർജിച്ചെടുക്കണം. പരസ്പരം പുറത്തു കൊടുക്കാൻ, മാപ്പാക്കി കൊടുക്കാൻ, മനസ്സിലാക്കാൻ, പരിഗണിക്കാൻ, വിട്ടുവീഴ്ച ചെയ്യാൻ നമുക്ക് കഴിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ ഉഖബ, ഉഖബത്ത് ഇബ്നു ആമിർ വല്ലാത്തൊരു ഉപദേശം കൊടുക്കുന്നുണ്ട്. യാ ഉഖബ സിൽ മൻ ഖതഅക, നിന്നോട് ബന്ധം വിച്ഛേദിച്ചവരോട് ബന്ധം സ്ഥാപിക്കുക. അല്ലെ? നിന്നോട് ബന്ധം വിച്ഛേദിച്ചവരോട്. അതെന്തപ്പാ കല്യാണത്തിന് കാണാത്തത് നമ്മൾ ചോദിക്കാറില്ല. അതെ, എന്നെ വിളിച്ചിട്ടില്ല അപ്പൊ തിരിച്ചു വിളിക്കൂല. രോഗിയായ സമയത്ത് എന്നെ കാണാൻ വന്നിട്ടില്ല, അതുകൊണ്ടോ മരിച്ചാലും ഞാൻ പോവില്ല. അങ്ങനെയല്ല. രോഗിയായിട്ട് എന്നെ കാണാൻ വന്നിട്ടില്ലെങ്കിൽ ഓ രോഗിയായി കിടക്കുമ്പോ വേഗം പോണം, വേഗം പോണം അല്ലെ? ആ രൂപത്തിൽ നിന്നോട് ബന്ധം വിച്ഛേദിച്ചവരോട് ഒക്കുമ്പോ നീ ബന്ധം സ്ഥാപിക്കുക. വീണ്ടും പറയാണ്, നിനക്ക് തരാത്തവർക്ക് നീ നൽകുക. എനിക്ക് ഞാൻ കുടുങ്ങിയ സമയത്ത് എനിക്ക് അറിയാം, എന്നിട്ട് പോലും ഒരു 5 പൈസ എനിക്ക് തന്നില്ല, ചോദിച്ചിട്ട് പോലും തന്നിട്ടില്ല. അതുകൊണ്ട് ഓൻ കുടുങ്ങിയാൽ ഞാൻ കൊടുക്കൂല. കൊടുക്കണം. ഓൻ കുടുങ്ങിയ സമയത്ത് കൊടുക്കണം. എനിക്ക് തന്നിട്ടില്ല, നേരാണ്. പക്ഷേ ആ പകയൊന്നും എന്റെ മനസ്സിലില്ല. അവർക്ക് കൊടുക്കാന്നുള്ളതാണ്. നിന്നെ ഉപദ്രവിച്ചവരോട് നീ മാപ്പ് നൽകുക. വല്ലാത്തൊരു വിട്ടുവീഴ്ചയുടെ മനോഹരമായ ഒരു പാഠം ഇസ്ലാം പഠിപ്പിക്കണം സഹോദരങ്ങളെ. അത് മുൻഗാമികൾ പകർത്തിയതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് ഓർക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു റബ്ബുൽ ആലമീൻ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.